പുതുപുത്തൻ ക്രിക്കറ്റ് അവലോകന വീഡിയോയുമായി ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം നിതീഷ് സൂര്യോദയം. ഇന്നലെ നാം ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായ ദിനമാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ചരിത്രത്തിലാദ്യമായി നമ്മുടെ കേരള ടീം രഞ്ജി ട്രോഫിയിൽ റണ്ണേഴ്സ് അപ്പുകളായി ചരിത്രത്തിലാദ്യമായി ഫൈനൽ കളിച്ച നമ്മുടെ ടീം വിദർഭയ്ക്കെതിരെ പരാജയപ്പെട്ടുവെങ്കിലും ആദ്യ ഇന്നിങ്സിൽ വഴങ്ങിയ ഒരു ലീഡിൻ്റെ ബലത്തിൽ വിദർഭ കിരീടം നേടിയപ്പോൾ കേരള ടീം മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരള ടീമിൻ്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ രഞ്ജി ട്രോഫിയിൽ ഒരൊറ്റ പരാജയം പോലും നേരിടാതെയാണ് കേരള ടീം ഫൈനൽ കളിച്ചത്. ഓരോ കളിക്കാരുടെയും പോരാട്ട വീര്യത്തിൻ്റെ ഫലമാണ് കേരളത്തിൻ്റെ ഫൈനൽ പ്രവേശം. ഫൈനലിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു. ശക്തരായ വിദർഭൻ ബാറ്റിംഗ് ബോളിംഗ് നിരയ്ക്കെതിരെ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഫൈനലിൽ പരാജയം നേരിട്ടുവെങ്കിൽ കൂടിയും നമുക്ക് നാളത്തേക്കുള്ള ക്രിക്കറ്റ് പ്രതീക്ഷയ്ക്ക് ഒരുപാട് ശുഭപ്രതീക്ഷകൾ നൽകുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച കേരള ടീമിന് ഇനിയും മുന്നോട്ട് ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് യുവനിരയുള്ള ടീമാണ് കേരളം. അവർക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. സച്ചിൻ ബേബിക്കും സംഘത്തിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അതോടൊപ്പം നമുക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലും ദുബായിലും വെച്ച് നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യ കിവീസിനെ പരാജയപ്പെടുത്തിയത് 44 റൺസിനാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ദുബായിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 249 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡ് 45.3 ഓവറിൽ 205 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ ന്യൂസിലാൻഡിന് വേണ്ടി ഹെൻറി 5 വിക്കറ്റ് പ്രകടനവും കാഴ്ചവെച്ചു. ബാറ്റിങ്ങിലേക്ക് വന്നാൽ ടീം ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാരിൽ മിക്കവരും പരാജയം നേരിട്ട മത്സരം തന്നെയായിരുന്നു ഇന്നലെ ദുബായിൽ വെച്ച് നടന്നത്. മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ന്യൂസിലാൻഡ് ടീമിന് സാധിച്ചു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പണിങ്ങിൽ ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു. തുടർന്ന് വന്ന വിരാട് കോഹ്ലിക്കും ബാറ്റിങ്ങിൽ കാര്യമായ സംഭാവനകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് വന്ന ശ്രേയസ് അയ്യരുടെ ചെറുത്തുനിൽപ്പാണ് ടീം ഇന്ത്യയെ ഒരു വിജയിക്കാനുള്ള ടോട്ടലിലേക്ക് എത്താൻ സാധിച്ചത്. ശ്രേയസ് അയ്യർക്കൊപ്പം അക്ഷർ പട്ടേലും ഹർദിക് പാണ്ഡ്യയും മികച്ച പിന്തുണ നൽകി അദ്ദേഹത്തിനോടൊപ്പം നിന്നത് കാരണം ടീം ഇന്ത്യ 249 റൺസ് വരെയെങ്കിലും എത്താൻ ടീം ഇന്ത്യക്ക് സാധിച്ചു. മറുപടി ബാറ്റിങ്ങിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ന്യൂസിലാൻഡിനെ സംബന്ധിച്ചും. ന്യൂസിലാൻഡിൻ്റെ വെറ്ററൻ താരം വില്യംസന്റെ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ടീം സ്കോർ 205 റൺസിലെങ്കിലും എത്താൻ ന്യൂസിലാൻഡ് സാധിച്ചത്. ന്യൂസിലാൻഡ് നിരയിൽ കെയ്ൻ വില്യംസൺ 81 റൺസ് നേടിയപ്പോൾ 120 പന്തുകളിൽ നിന്നാണ് കെയ്ൻ വില്യംസൺ 81 റൺസ് നേടിയത് എന്ന് പറയുമ്പോൾ തന്നെ അവർ അത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. ഇന്ത്യൻ നിരയിലേക്ക് വന്നാൽ ശ്രേയസ് അയ്യർ 79 റൺസുമായി ടോപ്പ് സ്കോററുമായി. ന്യൂസിലാൻഡ് ബോളിംഗ് നിര മാറ്റ് ഹെൻറി 5 വിക്കറ്റ് പ്രകടനമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യൻ നിരയിലേക്ക് വന്നാൽ വരുൺ ചക്രവർത്തി, ഈ ടൂർണമെൻറ്റിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് പ്രകടനമായി ന്യൂസിലാൻഡ് നിരയെ കറക്കി വീഴ്ത്തുന്ന കാഴ്ചയും നാം ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. 5 വിക്കറ്റ് നേടിയ വരുൺ ചക്രവർത്തിയാണ് ഇന്നലത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കി. ഇന്നലത്തെ മത്സരത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ടീം ഇന്ത്യ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതാണെന്ന് നമുക്ക് ആ ടീം ലൈനപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫാസ്റ്റ് ബോളർമാരെ പാടെ ഒഴിവാക്കി മുഹമ്മദ് ഷമിയെയും ഹർദിക് പാണ്ഡ്യയെയും മാത്രം നിലനിർത്തി 4 സ്പിന്നർമാരെയുമായി കളിക്കാനിറങ്ങിയ ടീം ഇന്ത്യ തുടക്കം തന്നെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പിച്ചിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയവർക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്നലെ 45.3 ഓവർ എറിഞ്ഞ ടീം ഇന്ത്യ പേസർമാർ എറിഞ്ഞ ഓവറുകൾ വെറും 8 ഓവറുകൾ മാത്രമാണ് എന്നതാണ് ഇന്നലത്തെ മത്സരത്തിൻ്റെ പ്രധാന സവിശേഷത. 4 ഓവർ എറിഞ്ഞ മുഹമ്മദ് ഷമിയും 4 ഓവർ എറിഞ്ഞ ഹർദിക് പാണ്ഡ്യയുമാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ കളിച്ച പേസ് ബോളർമാർ. ബാക്കിയുള്ള മുഴുവൻ ഓവറുകളും 4 സ്പിന്നർമാരാണ് പൂർത്തീകരിച്ചത്. 4 സ്പിന്നർമാരിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് നേടിയപ്പോൾ 2 വിക്കറ്റ് പ്രകടനവുമായി കുൽദീപ് യാദവും മികച്ച പിന്തുണ വരുൺ ചക്രവർത്തിക്ക് നൽകി. അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഹർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റുകളും നേടി എന്നതാണ് ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യൻ ബോളിങ്ങിൻ്റെ പ്രത്യേകത. ഇന്നലത്തെ ടീം ഇന്ത്യയുടെ ബോളിംഗ് പ്രകടനം നാളെ ദുബായിൽ വെച്ച് നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ആദ്യ സെമി ഫൈനലിൽ ടീം ഇന്ത്യക്ക് മികച്ച പ്രതീക്ഷ നൽകുന്നതാണ്. നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ ദുബായിൽ വെച്ച് ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുമ്പോൾ
ബുധനാഴ്ച മാർച്ച് 5-ാം തീയതി ലാഹോറിൽ വെച്ച് നടക്കുന്ന രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരം നടക്കും. നാളെ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ടീം ഇന്ത്യക്ക് എല്ലാവിധ വിജയാശംസകളും നേടിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നേരുന്നു ശുഭദിനം.